കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ കശ്മീർ ഒന്നാകെ രാജ്യതലസ്ഥാനത്ത് അണിനിരക്കുകയാണ്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും കശ്മീരിലെ രാഷ്ട്രീയ നേതൃത്വവും ഡൽഹിയിൽ മോദിയെ വളയുവാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. താഴ്വരയിറങ്ങിയ നേതാക്കന്മാർ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. ലക്ഷ്യമൊന്നു മാത്രം, കശ്മീരിന്റെ സംസ്ഥാന പദവി തിരികെ പുനഃസ്ഥാപിക്കണം. ഒമർ അബ്ദുള്ളയ്ക്ക് പിന്തുണയുമായി രാജ്യത്തെ 52 പ്രതിപക്ഷ പാർട്ടികളും നേതാക്കന്മാരും ഒരുപക്ഷെ ഡൽഹിയിൽ അണിനിരന്നേക്കാം. അങ്ങനെ സംഭവിച്ചാൽ അത് ചരിത്രമാകും. കാരണം ഡൽഹിയിൽ BJPക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി നടത്തുന്ന ഏറ്റവും വലിയ സമരമാകും അത്. ജമ്മു കശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ന്യൂഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധത്തിന് മുന്നോടിയായി ഭരണകക്ഷിയായ നാഷണൽ കോൺഫറൻസ് ഇന്ത്യ മുന്നണിയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെയും പാർലമെന്റ് അംഗങ്ങളെയും ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയ നേതാക്കളെയും കശ്മീരിലെ മുഖ്യപുരോഹിതൻ മിർവായിസ് ഉമർ ഫാറൂഖിനെയും പ്രതിഷേധത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇതിൽ പല പാർട്ടികളും ക്ഷണം സ്വീകരിച്ചതോടെ ഡൽഹി വളയുമെന്ന കശ്മീർ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം സത്യമാകാനുള്ള സാധ്യതകൾ കാണുന്നു. 2024 ഒക്ടോബറിൽ അധികാരമേറ്റതു മുതൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള കേന്ദ്രത്തോട് ജമ്മു കശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാൻ നിരന്തരം ആവശ്യപ്പെട്ടു വരികയാണ്. സഖ്യകക്ഷിയായ കോൺഗ്രസും ഈ ആവശ്യം ഉന്നയിച്ച് ജമ്മു കാശ്മീരിൽ ഉടനീളം പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ ഈ ആവശ്യങ്ങളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇതോടെ കശ്മീർ താഴ്വരയിറങ്ങി നേതാക്കൾ ഡൽഹിയിലേക്ക് പ്രക്ഷോഭം വ്യാപിപ്പിക്കുകയാണ്. ഇക്കഴിഞ്ഞ ജൂൺ 4-ന് നാഷണൽ കോൺഫറൻസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം ദേശീയ തലസ്ഥാനത്ത് പ്രതിഷേധ പ്രകടനം നടത്താൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. സംസ്ഥാന പദവി തിരികെ നൽകണമെന്നും ജമ്മു കാശ്മീരിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം ശക്തമാകുന്നത്. കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവർക്ക് പുറമെ മറ്റ് പ്രതിപക്ഷ നേതാക്കളായ MK സ്റ്റാലിൻ, അഖിലേഷ് യാദവ്, ലാലു പ്രസാദ് യാദവ്, മമതാ ബാനർജി, C ജോസഫ് വിജയ് തുടങ്ങി 52 പ്രമുഖ വ്യക്തികളെയാണ് നാഷണൽ കോൺഫറൻസ് ക്ഷണിച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ നിന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ സത് ശർമ്മ, PDP അധ്യക്ഷ മെഹബൂബ മുഫ്തി, കോൺഗ്രസ് അധ്യക്ഷൻ താരിഖ് കർറ, അപ്നി പാർട്ടി അധ്യക്ഷൻ അൽതാഫ് ബുഖാരി, പീപ്പിൾസ് കോൺഫറൻസ് അധ്യക്ഷൻ സജാദ് ലോൺ, മിർവായിസ് ഉമർ ഫാറൂഖ്, ഗ്രാൻഡ് മുഫ്തി നാസിർ അൽ ഇസ്ലാം എന്നിവരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഇതിൽ BJP സംസ്ഥാന അധ്യക്ഷൻ ഒഴികെ ബാക്കി എല്ലാ നേതാക്കളും സമരത്തിന് പിന്തുണയുമായി ഡൽഹിയിലെത്തുമെന്ന് ഉറപ്പാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുന്ന ദിവസം ജന്തർ മന്ദറിൽ നടക്കുന്ന സമാധാനപരമായ പ്രതിഷേധത്തിൽ പങ്കുചേരാൻ നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫാറൂഖ് അബ്ദുള്ള എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതൊരു പാർട്ടിയുടെയോ ഒരു പ്രദേശത്തിന്റെയോ മാത്രം വിഷയമല്ലെന്നും ഇന്ത്യയുടെ ഫെഡറൽ തത്വങ്ങളെ സംരക്ഷിക്കുന്നതിനും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നതിനും ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള കൂട്ടായ പോരാട്ടമാണെന്നും പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ കത്തിൽ സംസ്ഥാന പദവി ജമ്മു കാശ്മീരിന്റെ മൗലികമായ ഭരണഘടനാ അവകാശമാണെന്നും അതിൽ ഒരു തീരുമാനവും അറിയിക്കാതെ സർക്കാർ പുലർത്തുന്ന മൗനം മുഴുവൻ ജനങ്ങളുടെയും ജനാധിപത്യപരമായ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണെന്നും ഫാറൂഖ് അബ്ദുള്ള ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം ജാമിയ മസ്ജിദിലെ വെള്ളിയാഴ്ച പ്രസംഗത്തിൽ ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ അവകാശങ്ങൾ വീണ്ടെടുക്കുന്നതിനായുള്ള ഏത് ആത്മാർത്ഥമായ ശ്രമത്തെയും സ്വാഗതം ചെയ്യുന്നതായി മിർവായിസ് ഫാറൂഖ് അറിയിച്ചിട്ടുണ്ട്. 2019 മുമ്പുള്ള അവസ്ഥ പുനഃസ്ഥാപിക്കുമെന്ന വാഗ്ദാനം പാലിക്കേണ്ടത് നാഷണൽ കോൺഫറൻസ് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സംസ്ഥാന പദവിക്ക് പുറമെ ആർട്ടിക്കിൾ 370, 35A എന്നിവയുൾപ്പെടെയുള്ള അവകാശങ്ങളും പുനഃസ്ഥാപിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാഷണൽ കോൺഫറൻസിൽ നിന്ന് കത്ത് ലഭിച്ച കാര്യം സർക്കാരിനെ നയിക്കുന്ന PDP സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി വിഷയം ചർച്ച ചെയ്യുമെന്നാണ് നേരത്തെ സർക്കാർ അറിയിച്ചത്. ആർട്ടിക്കിൾ 370, 35A എന്നിവ പ്രകാരമുള്ള ഭരണഘടനാപരമായ ഗ്യാരണ്ടികൾ പുനഃസ്ഥാപിക്കണമെന്ന പ്രധാന ആവശ്യം മറന്നുപോകരുതെന്ന അഭ്യർത്ഥനയാണ് മതനേതാക്കൾ രാഷ്ട്രീയ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത്. എന്തായാലും പാർലമെന്റ് വളഞ്ഞുള്ള സമരത്തിന് പ്രതിപക്ഷത്തു നിന്നുള്ള 52 നേതാക്കന്മാർ കൈകോർക്കുമെന്നാണ് ഡൽഹി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.